ഇടിച്ചെടുത്ത സാധനങ്ങൾ ദേ ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ വെളിച്ചെണ്ണയിൽ അങ്ങ് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതാണ് ഈ കറിൻ്റെ സ്വാദ്. അപ്പം അതിലേക്ക് വേണ്ടിയിട്ടുള്ള നല്ല എരിവുള്ള കാന്താരിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ആദ്യം തന്നെ ഇടികല്ലിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇതുപോലൊരു നാടൻ കറി എന്ന് വെച്ചാൽ അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ചോറിൻ്റെ കൂടെ ഇതുപോലെ അങ്ങ് കഴിച്ചാണ്ടല്ലോ നല്ല കൂണ് കറി വെച്ച ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചിരങ്ങ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതേ ധാരാളം ചിരങ്ങ നമ്മളെ പറമ്പിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിരങ്ങ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. അപ്പോൾ സ്വാദ് പറയുകയാണെങ്കിൽ അതിഗംഭീരമാണ് കേട്ടോ. അപ്പോൾ ചിരങ്ങയുടെ തോലൊക്കെ ഒന്ന് ചിരണ്ടി ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ സീഡ് വേണമെന്നുണ്ടെങ്കിൽ, മൂക്കാത്ത സീഡായതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് കളയാം കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് തോനെ കാന്താരി വേണം. കാന്താരി പറിച്ചു കൊണ്ടുവന്നു, ചെറിയുള്ളി ഒരു പിടുത്തം വേണം, വെളുത്തുള്ളി വേണം, ചിരങ്ങ അരിഞ്ഞു എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, അധികം കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്കതിൽ ഈ കാന്താരി തന്നെ ചേർക്കണം കേട്ടോ. വലിയ മുളക് ഇട്ടാലോ അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ചില്ലി ഇട്ടിട്ടുണ്ടെങ്കിലൊന്നും ഈ ഒരു സ്വാദ് നമുക്ക് കിട്ടില്ല കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി അത്യാവശ്യം എമൗണ്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി എല്ലാം ഇത് നമ്മൾ മിക്സിയിൽ ചതക്കരുത്. ഒന്നുകിൽ നമ്മൾ അരകല്ലിൽ ഒന്ന് ഒതുക്കിയെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇടികല്ലിലുണ്ടെങ്കിൽ അതിനകത്ത് കേട്ടോ നല്ലോണം അങ്ങ് ചതയണം. ഈവനായിട്ട് മുളകൊക്കെ നന്നായിട്ട് അങ്ങ് ചതച്ചെടുക്കുക. അത് കഴിഞ്ഞ് മുളക് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളിയാണ് ചതച്ചെടുക്കുന്നത്. ഈ ഒരു ചതച്ചിട്ടുള്ള ആ ഒരു കൂട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ ആ കറിവേപ്പിലയും എല്ലാമായിട്ട് ഇങ്ങനെ നന്നായിട്ട് അങ്ങ് റോസ്റ്റായിട്ട് വന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ അരിഞ്ഞു വെച്ച കൂട്ടൊക്കെ ഇട്ട് അങ്ങ് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഒരു അടിപൊളിയായിട്ടുള്ള സ്വാദ് കിട്ടുക. വെറുതെ പറയുന്നതല്ലേ. ഇങ്ങനത്തെ നാടൻ കറികൾ കഴിക്കാൻ നമുക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. കാരണം ഒരുപാട് നല്ല നല്ല ഓർമ്മകളോട് കൂടിയ ഒരു ഡിഷാണിതല്ലേ. അപ്പോൾ നമ്മൾ ചെറിയുള്ളി ചതച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ കാന്താരിയും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചതച്ച സാധനങ്ങൾ റെഡിയായി കഴിയുമ്പോൾ അതിലേക്ക് നല്ലൊരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ട് കറിവേപ്പില നമ്മൾ ഇതുപോലെയുള്ള കറികളിലൊക്കെ ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും കറിവേപ്പില ഒന്ന് ചതച്ച് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലോണം ഒന്ന് ചതച്ച് ചേർത്താൽ അതിൻ്റെ ആ ഒരു കറിവേപ്പിലേൻ്റെ സ്വാദ് ഇപ്പോഴും ആ ഒരു കറിയിൽ നല്ലോണം മുന്നിട്ട് നിൽക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എല്ലാ സാധനങ്ങളും നമ്മൾ നല്ല രീതിക്ക് ചതച്ച് ഈ ഒരു രീതിയിൽ മാത്രം ചതഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത് പാചകം ചെയ്യാൻ വലുപ്പമുള്ളൊരു പാത്രം നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നാടൻ ഡിഷായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയായിരിക്കും ഇതിന് കൂടുതൽ സ്വാദ് നൽകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും കാന്താരിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില വേറെ സെപ്പറേറ്റും കൂടി ചതയ്ക്കാതെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാന്താരിയൊക്കെ ചേർത്ത് ഈ വെളുത്തുള്ളിയും ചെറിയുള്ളി ഇതെല്ലാം കൂടി ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നല്ല അസ്സല് മണമാണ് കേട്ടോ. നല്ല ഗംഭീര മണമാണ്, ഒന്നും പറയാനില്ല. നമുക്കിത് മാത്രം മതിയാവും. ഇത് ചോറിൻ്റെ കൂട്ടത്തിൽ ഇതുണ്ടെങ്കിൽ ഒരു മീൻ വറുത്തതോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അച്ചാറോ അതുപോലും വേണ്ട, എന്നാലും ഞാൻ പറയുകയാണ്, അതും കൂടി ഉണ്ടെങ്കിൽ അതിഗംഭീരമായിരിക്കും കേട്ടോ. അപ്പോൾ അതേ അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇതുപോലെ ഈ ഒരു വെളിച്ചെണ്ണയെ കിടന്നിട്ട് അത് മുരിയണം കേട്ടോ. എന്ത് കറിക്കാണെങ്കിലും നമ്മൾ മഞ്ഞൾ മറ്റുള്ള പൊടികളുടെ കൂട്ടത്തിൽ ഇടുന്നതിനെക്കാട്ടി ഇതുപോലെ നമുക്ക് എണ്ണയിൽ കിടന്നിട്ടൊന്ന് നല്ലോണം മഞ്ഞൾ മൂത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തോരനാണെങ്കിലും മെഴുക്കുവരട്ടിയാണെങ്കിലൊക്കെ അതിനൊരു പ്രത്യേക സ്വാദ് നമുക്ക് ഈ ഒരു മഞ്ഞളിൻ്റെ കിട്ടും കേട്ടോ. മഞ്ഞൾ നന്നായിട്ട് കരിയാതെ അത് മുരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിക്ക് തന്നെ തീ കുറച്ച് വെച്ചിട്ടാണ് ഇളക്കി നമ്മൾ എന്താ പറയുക, ഒരുപാടങ്ങ് ഡാർക്ക് കളറാവുന്നവരെ മുരിച്ചെടുക്കുകയല്ല വേണ്ടത്. നല്ല സമയമെടുത്ത് നന്നായിട്ടത് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോഴേക്കും ആ ഒരു വെളുത്തുള്ളിൻ്റെയും എല്ലാ ഫ്ലേവർ എണ്ണയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മളുടെ ചിരങ്ങ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല സ്വാദുള്ളൊരു വെജിറ്റബിളാണ്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ ധാരാളം വാട്ടർ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിരങ്ങയുടെ ഉള്ളിലുള്ള വാട്ടർ കണ്ടൻറ്റ് എല്ലാം പുറത്ത് വരും കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് ആരും കുക്ക് ചെയ്യരുത്. അതുപോലെ തന്നെ കുക്കറിലിട്ടിട്ടും കുക്ക് ചെയ്യരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന വെജിറ്റബിളാണ്.
അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി എല്ലായിടത്തേക്കും ആ ഒരു നമ്മൾ മൂപ്പിച്ച കൂട്ടൊക്കെ ആക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന്, അപ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഒരു പൊടി ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം വീണ്ടും വീണ്ടും ഇളക്കി ഒന്ന് അടച്ചടച്ച് വെച്ചിട്ട് ഇതിലെ വെള്ളം വറ്റിച്ച് നല്ല രീതിയിൽ ഇത് സോഫ്റ്റായിട്ട് വരണം. നല്ലോണം അങ്ങനെ എന്താ പറയുക, പഞ്ഞിക്കെട്ട് പോലെ നല്ല സോഫ്റ്റായിട്ട് വരും. അതുവരെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. തീ കൂട്ടി വെക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ചിരങ്ങേൻ്റെ ഉള്ളിലുള്ള വെള്ളം കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇന്ന് ഇടയ്ക്കൊന്ന് അടച്ച് വെച്ചോളൂ. നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇതുണ്ടോ വെള്ളം അങ്ങനെ വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അടച്ച് വെക്കും തോറും ചിരങ്ങേൻ്റെ ഉള്ളിലുള്ള ചൂടാകും തോറും അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം എല്ലാം പുറത്ത് വരും. അപ്പോൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇടാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമുക്കിത് മാത്രം മതി കഴിക്കാൻ കേട്ടോ. അത്രയും സ്വാദാണ്. ഇത് കണ്ടോ വെള്ളം വരുന്നത്. അപ്പോൾ തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം പെട്ടെന്ന് അങ്ങ് വറ്റും ചെയ്യും, നമ്മളെ ചിരങ്ങ വേവത്തുമില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഈ വെള്ളത്തിലൊന്ന് ചിരങ്ങ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാനായിട്ടും പറ്റും കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ ഒരുപാട് ഇതൊന്നും അധികം വളമൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇഷ്ടം പോലെ കായ പിടിക്കുന്ന ഒരു വെജിറ്റബിളാണ് കേട്ടോ നമ്മളുടെ ഈ ബോട്ടിൽ ഗാർഡ്. അപ്പോൾ വളരെ കുറച്ച് സ്പേസ് ഉള്ളവരാണെങ്കിൽ 1-2 വിത്ത് നട്ടിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു വള്ളി ഉണ്ടായാൽ തന്നെ നമുക്കൊരു എന്താ പറയുക ഒരു 6-7 മാസത്തേക്ക് ഇഷ്ടം പോലെ അതിനകത്ത് കായ ഉണ്ടാവും കേട്ടോ. വെറുതെ പറയുന്നതേ അല്ല. അപ്പോൾ സ്ഥലമുള്ളവരൊക്കെ ആണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടി നല്ല എന്താ പറയുക നല്ല സ്വാദിഷ്ടവുമാണ്. അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള വിഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ പറിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഊണ് വിളമ്പാം. വളരെ കുറച്ച് ഊണ് വിളമ്പിയിട്ട് ഇതൊന്ന് ചേർത്തൊന്ന് കഴിക്കണം. അതാണ് ചൂട് ചോറിൽ ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കുമ്പോഴാണ് ആ ഒരു വെളിച്ചെണ്ണേൻ്റെയും വെളുത്തുള്ളീൻ്റെയും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഫ്ലേവർ നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് കണ്ട നല്ല ചൂട് ചോറ് വിളമ്പി എടുത്തിട്ട് ഞാനിത് ആവശ്യത്തിനുള്ള ചിരങ്ങ മെഴുക്ക് പുരട്ടിയും കൂടി എടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് കറിയായിട്ട് വേണമെന്നുള്ളവർക്ക് ഒരല്പം എന്താ പറയുക അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ആണെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്തിട്ട് താളിപ്പ് പോലെ എടുക്കാനും ഭയങ്കര സ്വാദാണ്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പം ഞാനിത് ചോറിലേക്ക് അത്യാവശ്യം നല്ല വറ്റിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ കഴിക്കണം കേട്ടോ. അടിപൊളിയായിട്ടുള്ള സ്വാദാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊരു കൂണൊക്കെ കഴിക്കുന്ന ഒരു പ്രത്യേക തരം ഫീലാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.